മിസ്സിന് വന്ദനം. ബഹുമാന്യരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ശിശിരത്തിലെ ഓക്കുമരം. ടീച്ചറെ, ഞാനേ ക്ലാസ്സിൽ കേറിക്കോട്ടെ? എന്റെ പൊന്ന് സവു, നീ ഇന്നും താമസിച്ചു. ടീച്ചർ പരാതിയും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പഠിപ്പിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും കയറി വന്ന് ആകെ താളം തെറ്റിച്ചു. ഇനി പാഠത്തിലേക്ക് പോയാലോ? ഓ, കുട്ടികൾ സമ്മതം പറഞ്ഞു. അപ്പോൾ ഒരു വസ്തുവിനെ കുറിക്കുന്ന പദമാണ് നാമം. എന്താണ്? മാമൻ. എന്റെ പൊന്നേ, മാമനല്ല നാമം. അപ്പോൾ എന്റെ എല്ലാ പുന്നാരികളും ഓരോ ഉദാഹരണം പറഞ്ഞേ. പൂച്ച, വീട്, മേശ. മതി, അപ്പോൾ പിടികിട്ടി. ശിശിരത്തിലെ ഓക്കുമരം. കുട്ടികൾ കൂകി വിളിച്ചു. അതാരാണത്? ഞാനാണേ. സൗ എഴുന്നേറ്റുറച്ചു നിന്നു. എല്ലാരും എന്തിനാ ഇങ്ങനെ ചിരിക്കണേ? അവന് മനസ്സിലായില്ല. സരസ്, ടീച്ചർ ഡെസ്കിൽ തട്ടി പറഞ്ഞു. സവു, ശിശിരത്തിലെ ഓക്കുമരമല്ല, വെറും ഓക്കുമരം. പറയൂ. അതോ ടീച്ചറെ, അന്ന ടീച്ചറെ, അത് പറഞ്ഞാൽ ശരിയാവില്ല. ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞാലേ. അവൻ പറഞ്ഞു നിർത്തി. കുട്ടികൾ ആർത്തു ചിരിച്ചു. കുട്ടികളുടെ പരിഹാസത്തിൽ നിന്ന് അവന് ഒന്നും മനസ്സിലായില്ല. സൗവിന്റെ മുറിയിൽ വരാൻ ടീച്ചർ. സൗനി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ താമസിക്കുന്നത്? അതേ ടീച്ചറെ, ഞാൻ നേരെ വഴിയേ വരൂല്ലല്ലോ. പച്ച കള്ളം പറയുന്നത് കേട്ടില്ലേ? കളിച്ച് സമയം കളഞ്ഞെന്ന് പറഞ്ഞാൽ പോരെ? നിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. അവന്റെ അമ്മയ്ക്ക് ആശുപത്രിയിൽ തൂപ്പാണ് ജോലി. ശരി ടീച്ചർ, അമ്മയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്ന രണ്ടാമത്തെ ഷിഫ്റ്റ് ആണ്. ശരി, 2 മണിക്ക് വരൂ, നമുക്ക് ഒന്നിച്ചു പോകാം. അങ്ങനെ സൗഷ്കിനും അന്ന ടീച്ചറും നടന്നു കാട്ടിലെത്തി. ഇതെന്തിന്റെ കാൽപ്പാട്? ടീച്ചർ ഒന്ന് പേടിച്ചു. അയ്യോ എന്റെ പൊന്ന ടീച്ചറെ, അത് പാവം എൽക്കിന്റെ കാൽപ്പാടാണ്. അപ്പോൾ നീ എൽക്കിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അതിന്റെ ചാണകം കണ്ടിട്ടുണ്ട്. അവർ നടന്ന് അരേക്കരയിലെത്തി. സൗ, എന്താ ഇവിടെ എല്ലാം മഞ്ഞില്ലാത്തത്? നോക്കൂ, അവിടെ ഉഷ്ണജലം പുറത്തേക്ക് വരുന്നത്. ടീച്ചർ ആ കൗതുക കാഴ്ച കണ്ടു നിന്നു. ലല്ലിപ്പൂക്കൾ പോലെ. ടീച്ചർക്ക് ഒരു പാട്ട് വന്നു പോയി. അവന്റെ വാക്കുകൾ അറിവിന്റെ തോരാ മഴയായി പെയ്തുകൊണ്ടേയിരുന്നു. സൗഷ്കിനെ, മഞ്ഞുപാലകൾക്കിടയിൽ വെള്ളമൊഴുകുന്നു. അയ്യേ ടീച്ചർ, പറ്റിപ്പോയേ. അതെ, അത് വെള്ളമൊഴുകുന്നതൊന്നുമല്ല, ഞാൻ പിടിച്ചു കുലുക്കിയ മരക്കൊമ്പുകളുടെ നിഴലാണ്. ടീച്ചറിന് മണ്ടയാവില്ല എന്ന് തീരുമാനിച്ചു. നടന്നു കാട് കഴിഞ്ഞു. അതാ ആ മൈതാനത്ത് തലയുയർത്തി നിൽക്കുന്നു ഭീമാകാരനായ ഓക്കുമരം. ഇലകളെല്ലാം പൊഴിച്ച് അടി മുതൽ മുടി വരെ മഞ്ഞിൽ കുളിച്ചങ്ങനെ നിൽപ്പാണ്. അപ്പോ ഇതാണ് നിന്റെ ശിശിരത്തിലെ ഓക്കുമരം? ടീച്ചർ അത്ഭുതം കൂറി ചോദിച്ചു. നോക്കൂ ടീച്ചർ, അവിടെ ഒരു കുഞ്ഞു വെള്ളം വന്നി. അയ്യട വാവേ എന്ന് വിളിക്കാൻ ടീച്ചർക്ക് തോന്നി. ഓക്കുമരത്തെ ടീച്ചർ ഒന്ന് നിരീക്ഷിച്ചു. എത്ര ജീവികൾ ആ വലിയ വീട്ടിൽ പാർക്കുന്നു. വണ്ടുകൾ, പള്ളികൾ, ഓന്ത്, കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികൾ. ഈ കൊടും മഞ്ഞിൽ ഒരു കൂറ്റൻ വീടായി. അങ്ങനെ കാട്ടിലെ കാഴ്ചകളിൽ അന്ന ടീച്ചർ അന്തം വിട്ടു നിന്നു. ടീച്ചറെ, നേരം വൈകി, ഇന്നിനി അമ്മയെ കാണാൻ പറ്റില്ല. അമ്മ ജോലിക്ക് പോയി കാണും. സവു, ഞാൻ പോട്ടെ. ടീച്ചറുടെ ആ വിളി അമ്മച്ചിക്കളി വിളിക്കും പോലെ. പിന്നെ ഇനി നേരെ വഴിയെ വന്നാൽ മതി. ടീച്ചർ പറയാൻ തുടങ്ങിയെങ്കിലും പിന്നെ നിനക്ക് കാട്ടിലൂടെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി എന്നാണ് പുറത്തു വന്നത്. ടീച്ചറെ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തനിയെ പോകാം. പിന്നെ ടീച്ചറെ, എൽക്കിനെ എങ്ങാനും കണ്ടാൽ പേടിക്കല്ലേ? അവന് പഞ്ചപാവമാ. വടികൊണ്ടൊരു കുഞ്ഞടി. വേണ്ട, അവൻ പിടങ്ങി വേറെ കാട്ടിൽ പോയാലോ? ഒന്ന് തൊട്ട് പറഞ്ഞാൽ മതി, പോടാ മക്കളേന്ന്. ഇല്ല സൗ, ഞാൻ എൽക്കിനെ തള്ളില്ല, പോരെ. നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അന്ന ടീച്ചർ തിരിഞ്ഞു നോക്കി. ആ കൂറ്റൻ മരം, ശിശിരത്തിലെ ഓക്കുമരം. അതിന്റെ അരികിൽ ഒരു കുഞ്ഞു രൂപം. അവരവിടെ നിൽപ്പാണ്, തന്റെ പൊന്നു ടീച്ചറുടെ കാവൽക്കാരനെ. സത്യത്തിൽ ഈ കുഞ്ഞു മനുഷ്യനല്ലേ ഈ കാട്ടിൽ, അല്ല ഈ ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ വസ്തു, ഏറ്റവും ചന്തമുള്ള നാമപദം. അന്ന വാത്സല്യത്തോടെ അവർ നേരെ കൈനീട്ടി. നന്ദി, നമസ്കാരം.